അടിക്ക് കൊതുനടിക്ക അടിക്ക് കൊണ്ട കൊതുനല്ല തെളിവ് തെളിവ് കൊതു ചാവണ്ട ഇപ്പൊ ഞാൻ കൊതല്ല നല്ല പേരെടോ കഴക്കിന് എനിക്ക് കൈ സോറി കൊതു ചത്തിലീല്ലോ വെച്ചിട്ടടിച്ചാ ഇനി ഇവിടെ നിക്കണത് അത്ര പന്തിയല്ല സ്ഥലം വിടാം പുളിക്കും. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാളായി വ്ളോഗ് പരിപാടികളൊക്കെ ചെയ്തിട്ട് ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ. ഇന്നിങ്ങനെ എല്ലാ ചില്ലറ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം അല്ലേ. സമയം 5:30 കഴിഞ്ഞു. പോവാം. നേരെ അങ്ങോട്ട് വിളിച്ചു വരണല്ലോ. അവിടെ പാട്ടൊക്കെ വെച്ചിട്ട് അമ്പലത്തിൽ പള്ളിയിലൊക്കെ 5:45 72% ചാർജ് 100 കിലോമീറ്റർ. കുറച്ച് സ്ഥലത്തൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡാഡി ഗിരിജൻ്റെ കൂടെ, അതായത് എൻ്റെ അച്ഛൻ. എനിക്ക് ഇറങ്ങി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉപരി. അപ്പം ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ വിളിക്കും, അപ്പം തന്നെ ആൾ വരും. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് വെറുതെ കറങ്ങാൻ ചായ പിടിക്കാനൊക്കെ ഇറങ്ങിയാണ്. ഞാൻ ഇടയ്ക്ക് ചിക്കൻ മേടിക്കേണ്ടതും അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നൊരു സംഭവമാണിത്. ഞാൻ അവിടെ പോയിട്ടുള്ള വീഡിയോസൊന്നും എടുത്തില്ല. ഞാൻ ശരിക്കും ഒരു വ്ളോഗറായി വരണല്ലേ. ഇപ്പം അത് കാരണം കൊണ്ട് ചില സാധനങ്ങളൊക്കെ എടുക്കാൻ മറക്കും. ഭാര്യയും മകനും ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്ന കാഴ്ചയാണ് പുലർച്ചെ സമയത്ത് കഷ്ടപ്പെട്ട് ചിക്കൻ മേടിക്കാൻ പോയ ഭർത്താവ് വന്നപ്പോൾ കാണുന്നത്. നേരം വെളുത്ത് വെയില് മുട്ടിലേക്ക് അടിച്ചിട്ടും വേണമെങ്കിൽ പറയാം. ഓജിക്കുട്ടൻ എൻ്റെ ഭാര്യ കിടന്നുറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്താ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ അതികൂട്ടാ. ഈ രണ്ടുപേരെ എനിക്ക് കിടക്കല്ലേ, എന്നിട്ട് ഉറങ്ങിയ പോലെ കിടന്നിട്ടാ ഒരു 10 റൗണ്ട് താഴ്ത്തിക്ക് ഇറങ്ങലും മോളിക്ക് പോലും അപ്പൊ എനിക്ക് അതിട്ടാ മുടക്കൂസാട്ടാ. മുടക്കൂസ നേരത്തെ എണീക്കണം. നീയും എണീക്കണം. അതിട്ടുണ്ട് അയ്യോ അടുക്കളയിൽ പോയി നോക്കട്ടെ എന്താണ് നമ്മുടെ ഭാര്യയും മകൻ്റെയും പരിപാടി എന്ന്. മകൻ വ്ളോഗറായ വീഡിയോ വിളിച്ചെടുക്കണ്ടല്ലോ. അയ്യോ വ്ളോഗറായ മകൻ മകൻ വ്ളോഗറായി നടക്കണം. മകൻ വ്ളോഗറായി. എല്ലാരും വ്ളോഗേഴ്സ്. ഇവിടുത്തെ വേറൊരു വ്ളോഗർ ഉണ്ട്, ഒരു മൂത്ത വ്ളോഗർ ഉണ്ട്. അത് വ്ളോഗ് എടുത്ത് മൂപ്പിച്ചെടുത്ത് വെക്കുള്ളൂ, പുറത്തേക്ക് ഇറക്കില്ല. പുറത്തേക്ക് വരാത്തോണ്ട് പിന്നെ ആരും ട്രോളില്ല, അതൊന്നും കുഴപ്പമില്ല. പരിപ്പുത്തിയച്ച കിട്ടുന്നു. നാണം കിടത്തു നമ്മളെ. 24 മണിക്കൂർ ക്യാമറ ചെക്കന് ഫോട്ടോഗ്രാഫി എടുത്ത് പഠിപ്പിച്ചതാണ്. നോർമൽ വീഡിയോ മാറി 18+ കണ്ടന്റ് ആയി പോകും. സ്പെഷ്യൽ പരിപാടികളൊന്നും സ്പെഷ്യൽ ഒന്നുമില്ല. ഇതിന് ഫുള്ള് റെസ്റ്റ് ഡേ ആണ്. ഇവിടെ അത്യാവശ്യം കുറെ പണിയുണ്ട്. അതന്നെ ചിക്കൻ വെച്ചിട്ട് പരിപാടി. ചിക്കൻ വെച്ചിട്ട് കൂട്ടാൻ കോഴിക്കറിയാണ് അപ്പം നമ്മുടെ പരിപാടി അല്ലേ. ചായ കുടിക്കാൻ തെളിവ് തെളിവ് കയ്യ് കടഞ്ഞുടങ്ങില്ല. കൊതു ചാവണ്ട. ഇപ്പൊ ഞാൻ കൊതല്ല നല്ല പേരെടോ കഴക്കിന് എനിക്ക് കൈ. സോറി കൊതു ചത്തിലീല്ലോ വെച്ചിട്ടടിച്ചാ. ഇനി ഇവിടെ നിക്കണത് അത്ര പന്തിയല്ല, സ്ഥലം വിടാം. പുളിക്കും. നമ്മുടെ അടുത്ത ക്യാമറമാനാണ് നിൽക്കുന്നത് കേട്ടോ. വീഡിയോ എടുത്ത് പഠിപ്പിച്ച പിന്നെ ഇപ്പം ഏതായാലും വീഡിയോ എടുക്കല് ഫോട്ടോ എടുക്കലാണ്. ട്രയലുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ
ചൂടൊന്നുമില്ല. ഞാനും എടുക്കുന്നു. എന്തിനാ അപ്പൊ ഇങ്ങനെ പിടിച്ചോ, അങ്ങനെ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ പിടിച്ചോ. ചിക്കുഷിന്റെ ചായ എന്തൊരു ചായ അതുട്ടാ അച്ഛനും ചെയ്യൂലേ ഷീം ഗ്ലാസ് എന്തത് അതല്ല നമ്മൾ ഇരട്ടകളായിരുന്നു എന്താ പറയണ്ടേ നിങ്ങൾ ഇരട്ടകളായിരുന്നു ഒരേപോലത്തെ ഗ്ലാസ്സില്ലേ അല്ലേ അത് പറയണം എന്താ അവിടെ നിന്ന് കിട്ടിയ ഗ്ലാസ് അയ്യടാ അതെന്റെയാണ് അവനാന്റെ ചായ വേഗം കുടിച്ചിട്ട് വേഗം അപ്പുറത്തൊക്കെ പോയി കയ്യിരിക്കി നോക്കിയവന്റെ ബാക്കി ചായ കുടി ഞാൻ അവിടെ പോയിട്ട് ബാക്കി ചായ കുടി ഞാൻ അവിടെ എഡിറ്റിംഗ് ടൈമിൽ പൊട്ടന്നാ പൊട്ടാ ചേട്ടാ ഗൾഫിക്ക് നല്ല പോണില്ലേ. അപ്പം ഇതാണ് എൻ്റെ എഡിറ്റിംഗ് സ്റ്റുഡിയോ. അപ്പോൾ നമ്മുടെ ഷോർട്ട് ഫിലിം, നമ്മുടെ മാടങ്കോട്ടയുടെ എഡിറ്റിംഗ്, നമ്മുടെ ഷോർട്ട് വീഡിയോസ്, അങ്ങനെ കംപ്ലീറ്റ് പരിപാടികൾ നമ്മുടെ ഈ സിസ്റ്റത്തിലാണ് ചെയ്യണത്. പിന്നെ റെഡി വീട്ടിൽ ചെറിയൊരു പണി കിട്ടി. നൈസായിട്ടൊരു മഴ പെയ്തു, ചെറിയൊരു ഇടിയിലൊരു മിന്നല് കണ്ടു. സിസ്റ്റം ഇവിടെ പ്ലഗ് ഊരിയിട്ടുണ്ടെന്നില്ല, സ്ലീപ്പ് ഇട്ട് പോയതാണ്. തിരിച്ചു വന്നപ്പോൾ സാധനം വർക്ക് ചെയ്യില്ല, ചെറുതായിട്ട് SMBS ഒന്ന് പോയി. അങ്ങനെ ഇടയ്ക്ക് ഞാൻ ചില പണികൾ കിട്ടാറുണ്ട്, വല്ലപ്പോഴും കിട്ടാറുള്ളൂ. ബാക്കിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബാക്കി പരിപാടികൾ തുടങ്ങട്ടെ. ഇതാണ് പരിപാടി. അപ്പോൾ നമ്മൾ കഥ എഴുതി വന്നപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വലിച്ചു വരാണ്ട് എഴുതി. അപ്പോൾ നോക്കുമ്പോൾ 100 നോട്ട് പാഡിൽ 104 പേജോളം വന്നു അതിൻ്റെ സ്ക്രിപ്റ്റ്. നമ്മൾ എഴുതിയത് കംപ്ലീറ്റ് അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ എല്ലാം കഴിഞ്ഞ് 9 ദിവസം ഷൂട്ട് വന്നു. എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ 46 മിനിറ്റിൻ്റെ നമുക്ക് ടോട്ടൽ അതിൻ്റെ ലെങ്ത്ത് വന്നു. അപ്പോൾ 46 മിനിറ്റ് എന്നിട്ട് ഇനി ഒരു മനുഷ്യൻ കാണില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളതിന് 2 പാർട്ടാക്കി. അപ്പോൾ ആദ്യത്തെ പാർട്ട് 26 മിനിറ്റ് ഉണ്ട്, രണ്ടാമത്തെ പാർട്ട് 20 മിനിറ്റ് വരും. അപ്പോൾ ബാക്കി പരിപാടികൾ ചെയ്യട്ടെ. ആദ്യകൂട്ടനെ എഡിറ്റിംഗ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നേക്കായിരുന്നു. വാ ഇടുന്നേ ആദ്യകൂട്ടന് എഡിറ്റിംഗ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത്. എഡിറ്റിംഗ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നു. എന്നിട്ട് ഇവിടെ 2 മിനിറ്റ് ഇരിക്കും. കഴിയുമ്പോൾ പിന്നെ ആൾക്ക് മതിയാവും. പിന്നെ 2 അല്ലേ എന്തത് കുറേ നേരം കണ്ടിരിക്കുമ്പോൾ വലിയ സുഖമൊന്നുമില്ല അല്ലേ. ഇയാളാണ് എഡിറ്റർ ആവാൻ പോണത് അല്ലേ. അത് കിട്ടാ കളിച്ചോ. ഞാൻ എൻ്റെ പരിപാടി നോക്കട്ടെ. അപ്പം എൻ്റെ പരിപാടി നോക്കട്ടെ. അപ്പോൾ നമ്മുടെ മാടങ്കോട്ട എഡിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് ഒരു വോയിസ് മിസ്സിങ് ഉണ്ട്. അപ്പോൾ അന്ന് എടുക്കാനായിട്ട് വിട്ടു പോയിട്ടാണ്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ്. തീർച്ചയായിട്ടും ഒരു വോയിസ് കിട്ടാണ്ട്. അപ്പോൾ ആ വോയിസ് എടുക്കാൻ ഞാൻ പോവാണ് കേട്ടോ. അത് കിട്ടുന്നറിയില്ല, ഞാൻ പോയിട്ട് വേഗം വരാം. എന്തത് പോയി എന്ത് എവിടെ വിഷമം വരിക? വൈറ്റില. വൈറ്റിൽ വിഷമം വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും ഞാൻ പോയിട്ട് വേഗം വരാം പ്ലീസ്. വേഗം വരാം വേഗം വരാം. അങ്ങനെ നമ്മുടെ നടന്മാരെ കാണാൻ വേണ്ടി വന്നേക്കണം കേട്ടോ. ചെറിയ നമ്മളെ മാടൻകോട്ടയിലേക്ക് വേണ്ടിയിട്ട് ഒരു വോയിസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാ. അപ്പോൾ നമ്മുടെ ബാക്കി പടം നമുക്ക് ഇറങ്ങുമ്പോൾ ബാക്കി കാണാം അല്ലേ. കൂടുതലൊന്നും പറയണ്ടല്ലേ. വോയിസ് എടുത്ത ആള് കൂടുതൽ പറഞ്ഞു. സിനിമക്കാര് പറഞ്ഞ പോലെ മറക്കാതെ കാണുക. അതെ അതെ, ഒരു വോയിസാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. അപ്പൊ ആള് കൂടുതൽ പറഞ്ഞാൽ മതി. ഞങ്ങളുടെ ഒന്ന് സെപ്പറേറ്റ് വന്നിട്ട് എന്റെ സെപ്പറേറ്റ് ഇല്ല, വോയിസ് ഇല്ല, അഭിനയിക്കുമ്പോ മാത്രമല്ലോ അല്ലേ. ബാക്കി അല്ലേ പടം ഇറങ്ങുമ്പോ കാണാം. അതെ അതെ, ഓക്കെ ഓക്കെ, കാണാം. അങ്ങനെ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ എത്തി. അതിട്ടാ വേഗം മതില്ലേ ഞാൻ പോയിട്ട് സന്തോഷയ്യ പോയി വിഷമണ്ടായിരുന്നു. അത് വീട്ടിന് വിഷമണ്ടായ? എവിടെ വിഷമണ്ടായത്? വയറ്റിൽ തന്നെയായിരുന്നു. എന്നിട്ട് ഇപ്പൊ വിഷമം എന്താ അവസ്ഥ? വയറ്റിൽ തന്നെ ഉണ്ടാ? വയറ്റിൽ നിന്ന് എങ്ങനെ പോയത്? കട്ട് ചെയ്ത് കളയ? എങ്ങനെ? വീഡിയോ എഡിറ്റിംഗ് ആണോ കട്ട് ചെയ്ത് കളയാൻ? വിഷമം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ആദ്യമായിട്ടാണ് ആൾക്കാർ കേൾക്കണ്ടാവുക കട്ട് ചെയ്ത് കളയാ വിഷമം. അപ്പം നമുക്ക് ബാക്കി പരിപാടിക്ക് കിടക്കാം. എഡിറ്റിംഗ്. അപ്പോൾ ഇതാ കറി ഇതാ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഞാനപ്പോൾ ഏട്ടനും മോനും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കൊണ്ടുകൊടുക്കട്ടെ കേട്ടോ.
എന്തൊക്കെയാണാവോ മോളിൽ നിന്ന് തട്ടുമുട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇതെന്തത് അച്ഛനും മോനും ഭയങ്കര പണിയിലാണല്ലോ. ഇത് നിർത്തി അതിന്റെ അസ്ഥി കൂടെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. രാത്രി കറങ്ങാണ്ട് ഓർമ്മയില്ല. ഓർമ്മയുണ്ട്. ഞാനങ്ങോട്ട് പൊളിച്ചു. ഇതൊന്ന് ഉറങ്ങാൻ പറ്റുമോ? പൊളിക്കാൻ നല്ല എളുപ്പമായിരുന്നു. പൊളിക്കാൻ നല്ല എളുപ്പമായിരുന്നു. എവിടെ ഇങ്ങനെ നോക്കട്ടെ നോക്കട്ടെ. എല്ലാതും അതെ നല്ല കാറ്റ് നമുക്ക് കിടന്ന് നോക്കുക. നല്ല കാറ്റ് വരുന്നുണ്ടോ? തുടക്കാണ്ട് കാറ്റ് കുറവായിരുന്നു. അപ്പൊ ഒന്നും കൂടി തുടച്ചാൽ നല്ലോണം കാറ്റ് വരാൻ അല്ലേ? ഇതിന്റെ ബാക്കി ഇവിടെ ബാക്കിയൊന്നും കാണാനില്ല. ഇങ്ങനത്തെ ഒരു സാധനങ്ങളൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. വൃത്തിയാക്കണ കാര്യം പറഞ്ഞ ആവട്ടുള്ളോ. പകുതി കഷ്ണ മോന്റെ പകുതി കഷ്ണ ഏട്ടന്റെ ലാസ്റ്റ് ഇത് എവിടെന്നാ കിട്ടാന്ന് അറിയാണ്ടാവോ? ക്ഷീണായ ആദ്യം കൊണ്ട് ക്ഷീണായ അശോകന ക്ഷീണമാവാം. ഇവിടത്തെ അശോകിനി എന്താവുന്നു കാണട്ടെ. ഈ അശോകിന് ക്ഷീണായാലേ ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല കേട്ടാ. ഇവിടെ ടേബിളിന്റെ അവിടെ ആ സ്ഥലം ഞാൻ പിടിച്ചു കിട്ടാ. നിങ്ങൾ അച്ഛനും മോനെ എവിടെയും പോയി കിടന്നോ ഫാനുള്ളോടത്ത്. ഇവിടെ ഞാൻ കിടക്കും. ഇവിടെ ഈ സ്ഥലം ഇനി നോക്കിട്ട് വരണ്ട. അറിയാത്ത പണി വെറുതെ ചെയ്യാൻ നിക്കണം. എന്തൊക്കെയായി പുറത്ത് കിടന്ന് തമ്പുരാന് മാത്രം അറിയാം. ഇതിനപ്പുറവും ചാടി കടന്ന് നശിപ്പിച്ചു വെച്ചിട്ടുള്ളതാണ്. അതും കൂടി പറയും. വീടെടുത്തിട്ടാ ചെയ്തിട്ടാ മോട്ടറൊക്കെ ഫിറ്റ് ചെയ്തു. ഇനി ബാക്കി തിരിയോന്ന് വേറെ നോക്കണം. അതെ ഇല്ലെങ്കിൽ ആദ്യം കൂടെ വീശാന്ന് പറഞ്ഞ രാത്രി അല്ല എനിക്ക് കുഴപ്പമില്ല. ഞാൻ വേറെ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങക്ക് രണ്ടാൾക്കും അങ്ങടും ഇങ്ങോട്ടും മാറി മാറി വീശിയാൽ മതി. രണ്ടാളും നിന്നിട്ട് അതിൽ വീശിരും രാത്രിയൊക്കെ. വീശിനാൾ ഒരാൾ ഒഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് കഴിച്ചു നോക്ക്. ടേസ്റ്റ് ആയോ നോക്ക്. ഉണ്ടാക്കിയാ രസണ്ടാ? അടിപൊളി. കാര്യായിട്ടാ അടിപൊളി. ഞാനൊക്കെ കണ്ടുപിടിച്ചു. ഞാൻ കണ്ടുപിടിച്ച ആളല്ല പറയേണ്ടത്. ഇത് കേടായിട്ട് അറിയാവുന്നവരേലും പണി കൊടുക്കാണ്ട് തന്നെ പണിയാൻ നോക്കിയ ആൾക്കാരോട് പറയേണ്ടത്. നമുക്കിതൊക്കെ പഠിക്കണ്ടേ? പഠിച്ച് ഇതായി കിടക്കാണ്ട് മതി. എല്ലാം പഠിക്കണം നമുക്ക്. അതൊന്നും ഇഷ്ടമല്ല അങ്ങനെ ശരിയാക്കാനൊക്കെ. നിങ്ങളല്ലേ പിഴയത് ഈ ഇടക്കിടക്ക് ഇങ്ങനെ തരണത്. ശരിയാ എന്തായാലും കാണാൻ നോക്കാം. കറി എന്തായാലും സെറ്റ് അല്ലേ? ഒരു കാര്യമെങ്കിലും നന്നായല്ലോ. അതന്നെ വലിയ കാര്യം. സൂപ്പർ. കറി സൂപ്പറായിട്ടുണ്ടോ? ഒന്നും പറയല്ലോ. ഫിറ്റ് ചെയ്യാൻ പോട്ടാ. വർക്ക് ചെയ്യൂ. വർക്ക് ചെയ്തിട്ട് ഓടിച്ചു വിടുന്നു. കുത്തി നോക്കാല്ലേ? നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. വർക്ക് ചെയ്യൂ. പതുക്കെ ഓൺ ചെയ്ത് നോക്കിയേ. വർക്ക് ചെയ്യൂ. കേടായിന്ന് പറയാം. വർക്ക് ചെയ്തില്ല. ഏട്ടൊക്കെ കേടാക്കി തോന്നുന്നുണ്ട് പറയാം. പറ്റിക്കും നമുക്ക്. അതെനിക്ക് അപ്പോഴേ തോന്നി. നിങ്ങളുടെ രണ്ടെണ്ണത്തിന് പൊളിച്ചിരിക്കുന്ന തോന്നി. എന്തായാലും എന്റെ അടുത്ത് കിടക്കാൻ വരണ്ട കേട്ടാ. ഞാൻ ആ ഫാനും കൊടുത്ത് കിടക്കും. രണ്ടാളെ എവിടെയും ചെയ്യാൻ പോയി കിടന്നോ. പൊക്കെയൊക്കെ വരും. ഞാൻ പറഞ്ഞില്ലേ അത് ഓൺ ചെയ്ത് പണിയാവോ? ശരിയായില്ലോ. രണ്ടാളും കൂടെ പാരിട്ടണല്ലേ ഏട്ടാ? കുട്ടി തെറിച്ച് പുക വരുന്നി കേടാക്കി.
നമ്മളെ വിശ്വാസം അതല്ലേ അതിന് നിങ്ങളെ വിശ്വാസം ഇല്ലാന്നില്ല. നിങ്ങളൊന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടോ? അപ്പൊ കണ്ടില്ലേ കാണുമ്പോഴേ അറിയുള്ളൂ. അല്ല, അതിന്റെ ഇതൊക്കെ ശരിയായില്ലെങ്കിലോ ശരി പുതിയ മേടിക്കാം പിടിക്കല്ലേ എന്തൊക്കെ അവിടെ റെഡിയാക്കി വെച്ചു. എന്താ വായോ വിനീത് വായോ വിനീത് കാശ് കൊടുക്കണ്ടേ? ആളൂടേലും ആ സ്ഥലം എനിക്കുള്ളതാ. ഓടാത്തോട്ടും സ്ഥലം എനിക്കതുള്ളതാ. ആ സ്ഥലത്തേക്ക് ഏട്ടന് വരണ്ട, മോന് വരണ്ട. വായോ ചോറിനാണോ? അതെയല്ലേ? അതുകൂടാ തുട്ടിക്കാണേ ചിക്കൂസിന്റെ ചിക്കൻ കറി ആ ഫാനെങ്ങാനും കടയുണ്ട്. ചിക്കൻ കറിയല്ല, മറ്റേ പരിപ്പുത്തിയാച്ചും കൂട്ടിയിട്ട് ചോറിനോട് പോന്നെ. ചോറിനാ ചോറിന മേടിച്ചു കൊണ്ടുപോകുന്നറിയില്ല, നോക്കാം. ആദ്യമായിട്ട് അംഗൻവാടി പോയായിരുന്നോണ്ട് ചെക്കൻ ചോറിനാളൊരു നമ്പറിലാണ്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ നമ്മുടെ തൃശ്ശൂർക്കൊന്ന് പോയി. നമ്മുടെ തേക്കിൻകാട് മൈതാനത്ത് കുറച്ച് നേരം ഇടയ്ക്ക് അവിടെ ചെന്നിരിക്കാറുണ്ട് ഫ്രീ ടൈമിൽ. രസമല്ല അവിടെ ഇരിക്കാൻ. അതിൽ കുറച്ച് ആശാനത്തിലായിരിക്കും. അങ്ങനെ പറഞ്ഞ വഴിക്ക് ഞങ്ങളൊരു കോഫി കുടിക്കാൻ വേണ്ടി കയറി. കോഫിയും കുടിച്ച് കുറച്ച് നേരം കഥയും പറഞ്ഞിരുന്ന് പിന്നെ ഞങ്ങൾ വെയിറ്റിങ്ങാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ശരി.